മഴത്തോരു മുൻപേ പുത്തൻ സ്റ്റോറിയിലേക്ക് എവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ശരണ്യയും അലീനയും കൂടെ അമ്പലത്തിൽ തൊഴുത് പുറത്തിറങ്ങിയാണ്. അപ്പം അലീന ചോദിക്കുന്നുണ്ട്, മോൾ നന്നായിട്ട് പ്രാർത്ഥിച്ചോ, മനസ്സിനൊരു സമാധാനമൊക്കെ കിട്ടിയോ എന്ന് ചോദിക്കുകയാണ്. കിട്ടി ചേച്ചി, എനിക്കിപ്പം കുറേ സമാധാനം കിട്ടുന്നുണ്ട്. നമുക്കെന്നെങ്കിൽ ആ ആലിൻ്റെ ചോട്ടി ഇരുന്ന് കുറച്ച് നേരം ഇരുന്നിട്ട് പോകാമെന്ന് പറയാണ്. അങ്ങനെ അലീനയും ശരണ്യയും കൂടെ അവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, മോൾക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും ചേച്ചിയെടുത്ത് പറയാം, മനസ്സിൽ എന്തുണ്ടെങ്കിലും പറയാം എന്ന് പറയാണ്. അപ്പോൾ ശരണ്യ ചോദിക്കുന്നുണ്ട്, ചേച്ചി എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ്. അത് ഞാൻ ഇവിടെ അടുത്ത് തന്നെ ഒരു വീട്ടിലാണ് ജോലി ചെയ്യുന്നത്, എവിടെയാണെന്ന് ചോദിക്കുകയാണ്. അത് മോളാണെങ്കിൽ ഞാൻ ഒരവസ്ഥയിലാക്കിയുണ്ടല്ലോ, അതിൽ ഒരാളുടെ വീട്ടിലാണ് ഞാൻ ജോലിക്ക് നിൽക്കുന്നതെന്ന് പറയുകയാണ്. അത് ആരുടെ വീട്ടിലാണെന്ന് ചോദിക്കുകയാണ്. അത് രോഹിത്ത്, അറിയാലോ, രോഹിത്തിൻ്റെ വീട്ടിലാണ് ഞാൻ ജോലിക്ക് നിൽക്കുന്നത്. അവരൊക്കെ എന്നോട് മോളെ കാണാൻ വരണ്ടെന്ന് പലവട്ടവും പറഞ്ഞതാണ്, പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയില്ല. മോൾക്കാണ് ഇപ്പോൾ എൻ്റെ ആവശ്യമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ മോളെ കാണാൻ വന്നതെന്ന് പറയുകയാണ്. പിന്നെ ഞാൻ ആ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നതെന്നും പറഞ്ഞിട്ട് ഒരിക്കലും മോളുടെ അവരോടുള്ള പോരാട്ടത്തിന് ഒരു തടസ്സമായിരിക്കത്തില്ല എന്ന് പറയാണ്. ഞാൻ എപ്പോഴും മോളുടെ കൂടെ തന്നെ ആയിരിക്കും എന്ന് പറയാണ്. തെറ്റ് ചെയ്ത ആ 4 പേർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്നും അലീന പറയാണ്. അപ്പം ശരണി ഇങ്ങനെ ആലോചിച്ചിട്ട് പറയാണ്, ചേച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ, പറഞ്ഞോ, എന്ത് വേണമെങ്കിലും മോൾക്ക് എന്നോട് പറയാമെന്ന് പറയാണ്. ചേച്ചി ജോലിക്ക് നിൽക്കുന്ന ആ വീട്ടിലെ രോഹിത്തുണ്ടല്ലോ. അപ്പം ശരണ്യ ഇങ്ങനെ പറയുന്നത് കേട്ട് അലീന ഇങ്ങനെ സംശയത്തോടെ നിൽക്കുകയാണ്. എന്താ മോള് പറയാൻ വന്നേ, പറ. ആ രോഹിത്ത് എന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അലീന ഞെട്ടുകയാണ്. മോൾ എന്താ ഈ പറയുന്നത്? അവർ 4 പേരും പ്രതികളാണെന്നല്ലേ പോലീസ് പറഞ്ഞത്? പക്ഷേ എന്നെ ഉപദ്രവിച്ചത് മറ്റു 3 പേരും മാത്രമാണ്. രോഹിത്ത് എന്നെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ രോഹിത്തിനെ അവിടെ കണ്ടതായിട്ട് പോലും ഓർക്കുന്നില്ല എന്ന് ശരണ്യ പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അലീന ഞെട്ടുകയാണ്. മോൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? സ്വഭാവത്തോടെ തന്നെയാണോ പറയുന്നത്? ആ ചേച്ചി, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 3 പേരേ ഉള്ളൂ. രോഹിത്തിനെ എനിക്ക് നേരത്തെ അറിയാം. ഹരിയുടെ കൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. രോഹിത്ത് അവിടെ വന്നിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുകയാണ്. രോഹിത്ത് ആ കൂട്ടത്തിലില്ല എന്ന് പറയുകയാണ്. അലീന ചോദിക്കുകയാണ്, മോൾ എന്താ ഇത് മറ്റുള്ള ആരോടും പറയാതിരുന്നതെന്ന് ചോദിക്കുകയാണ്. അത് ചേച്ചി, എന്നോട് ഇന്ന് വരെ ആരും ചോദിച്ചിട്ടില്ല ആ 4 പേരിൽ പ്രതിയാണോ എന്ന് ആരും ചോദിച്ചിട്ടില്ല. മാത്രവുമല്ല, എൻ്റെ മാനസികാവസ്ഥ ശരിയല്ലായിരുന്നു. അതൊന്നും പറയാനുള്ള ഒരു മാനസികാവസ്ഥയും എനിക്കില്ലായിരുന്നു എന്ന് പറയുകയാണ്. ചേച്ചി വന്നതിന് ശേഷമല്ലേ എനിക്ക് ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായതെന്ന് ശരണ്യ പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അലീന ഇങ്ങനെ ഞെട്ടലോടെ ഇരിക്കുകയാണ്. എന്തായാലും നമുക്ക് ഇപ്പോഴെങ്കിലും എന്നോട് ഇത് പറയാൻ തോന്നിയല്ലോ എന്നും പറയുന്നുണ്ട്. അങ്ങനെ അലീനയും ശരണ്യയും അവിടുന്ന് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അലീനയുടെ മനസ്സിൽ മൊത്തവും രോഹിത് നിരപരാധിയാണെന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് അലീന തിരിച്ചു വരുമ്പോൾ അലീന ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്താ പോയിട്ട് വന്നിടം തൊട്ട് ആകപ്പാടെ ഒരു എന്തൊക്കെ ആലോചിക്കുന്ന പോലെ, എന്ത് പറ്റി? അപ്പം അലീന പറയാണ്, ഒന്നുമില്ല മോളെ, അച്ഛൻ എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ്. അച്ഛൻ പുറത്ത് കേൾക്കുമോ, ചേച്ചി നിങ്ങൾ ഒരുമിച്ചല്ലേ പോയത്, ഇപ്പം വരും എന്ന് പറയാണ്. അപ്പം എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ടെന്ന് അലീന പറയാണ്. അച്ഛനിപ്പം വരും ചേച്ചി, എന്താ സീരിയസ് കാര്യം വല്ലതും ആണോ? അത് അച്ഛൻ വരുമ്പം പറയാം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ബാലേന്ദ്രൻ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ മുകളിലോട്ട് കയറാൻ നേരത്ത് അലീന ഇങ്ങനെ അങ്ങോട്ട് എന്നിട്ട് പറയണം, അച്ഛാ എന്താ എപ്പം വന്ന് പോയിട്ട് ഹെറിൻ്റെ അടുത്ത് പോയിട്ട് ആ കുട്ടിയെ എണീപ്പിച്ച് നടത്തിയോ, എങ്ങനെയുണ്ട് ആ കുട്ടിയുടെ കാര്യം എന്നൊക്കെ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എപ്പം വന്നു എന്നും ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രൻ. അപ്പം നമ്മുടെ അലീന പറയണം, അച്ഛാ എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ട്. എന്താ എന്ന് ചോദിക്കണം. അത് അച്ഛൻ, ഞാൻ ഇന്ന് ശരണ്യയായിട്ട് സംസാരിച്ചു. ശരണ്യയായിട്ട് കുറേ കാര്യം സംസാരിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് പുറത്തിറങ്ങിയപ്പം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം സംസാരിച്ചു. അപ്പം ആ കുട്ടി എൻ്റെ ഒരു കാര്യം പറഞ്ഞു. എന്താണെന്ന് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്. അത് ഞാനാണെങ്കിൽ കടപ്പാട്ടൊരു രോഹിത്തിൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുകയാണെന്നുള്ള കാര്യം ഞാൻ ആ കുട്ടിയുടെ പറഞ്ഞു. അപ്പം കേസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞു. എന്താ എന്ന് ബാലേന്ദ്രൻ ആകാംക്ഷയോടെ ചോദിക്കുകയാണ്. അത് രോഹിത്ത് ആ കുട്ടിയെ ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് ആ കുട്ടി പറയുന്നത്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ബാലേന്ദ്രൻ ഞെട്ടുകയാണ്. മോളോട് ആര് പറഞ്ഞ് എന്ന് ബാലേന്ദ്രൻ ചോദിക്കണം. ശരണ്യ തന്നെ അച്ഛാ പറഞ്ഞത്, എന്നോട് പറഞ്ഞത് ബാക്കി 3 പേര് മാത്രമേ അവളെ ഉപദ്രവിച്ചിട്ടുള്ളെന്ന്, രോഹിത്ത് ഒന്നും ചെയ്തിട്ടില്ലെന്നും. എന്നാൽ എന്നോട് ശരണ്യ പറഞ്ഞെന്നുള്ള കാര്യം ബാലേന്ദ്രനോട് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ബാലേന്ദ്രൻ ഭയങ്കര സന്തോഷമാണ്. ബാലേന്ദ്രൻ പറയാണ്, നീ പറഞ്ഞ അത്രയും കാര്യം മാത്രമേ എനിക്ക് കേട്ടാൽ മതി, ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ചുമ്മാ ഒന്നുമല്ലല്ലോ ഈ നാട്ടിൽ കോടതിയും പോലീസും മാധ്യമവും ഒക്കെ അങ്ങനെ വെറുതെ ഒരു നിരപരാധിയെ
ഈ കേസിൽ അകപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ. എൻ്റെ മോൻ എന്തുമാത്രം പ്രയാസപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വെറുതെ അവനെ പോലീസിന് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് അലീന അച്ഛാ ഞാൻ പറയുന്നതൊന്ന് കേക്ക് എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് ബാലേന്ദ്രൻ അലീന പറയുന്നതൊന്നും കേൾക്കാൻ നേരെ പോവുകയാണ്. ബാലേന്ദ്രനാണെങ്കിൽ ഒരു പിടിവള്ളി കിട്ടിയ പോലെ ഒരു സന്തോഷത്തിലാണ് പോകുന്നത്. രോഹിത് കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കാം എന്നുള്ള ഒരു ധൈര്യം ബാലേന്ദ്രന് കിട്ടിയിട്ടുണ്ട്. അലീന ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്.